നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ സംശയം എന്തായിരുന്നുവെന്നും എന്തുകൊണ്ടായിരുന്നുവെന്നും ഞാൻ മാനസയോട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി അവൾ തന്നു. വേണ്ട ഭാവനെ, നീ ഇങ്ങനെ നിന്ന നെപ്പില് കരണം അറിയണ്ട. എന്താ ചെയ്ത് നീ എന്ത് ഭാവിച്ചത്? ഈ വീട്ടില് കലഹം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ? ദേവേട്ടാ, എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ അത് ചോദിക്കും. അത് ആരോടാണെങ്കിലും ചോദിക്കും. ഭാവന അത് തന്നെയല്ലേ ചെയ്തത്. ഭാവനയ്ക്ക് സംശയം തോന്നിയത് ഭാവനയും ചോദിച്ചു. ആന്റി മറ്റെന്തോ മനസ്സിൽ വെച്ചാ സൂര്യ സംസാരിക്കുന്നേ. ഞാൻ വെറുതെ ചോദിച്ചതല്ല. നീയും ആ മഹേന്ദ്ര ശർമ്മയും പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുള്ളതായി ഞാൻ അറിഞ്ഞു. അതിനെന്താ ആന്റി, അവരുടെ ആദ്യത്തേരെ ഞാനായിരുന്നല്ലോ. മാനസയ്ക്ക് വേണ്ടി അവരെന്നെയാണല്ലോ കിഡ്നാപ്പ് ചെയ്തത്. ആർക്കറിയാം നിന്നെ അവര് കിഡ്നാപ്പ് ചെയ്തതാണോ അതോ അങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതാണോന്ന്. എന്താ ചെയ്യുന്നതിന്റെ സ്ഥിരബുദ്ധിയൊക്കെ പോയാ, അതോ നീ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണോ ഇതൊക്കെ? അച്ഛാ, ഇതിപ്പോ ആരോ കൃത്യമായി കൊടുത്തുവിട്ട കീക്കൊപ്പം അമ്മ കളിക്കുന്നതാണ്, അല്ലാതൊരു കാര്യമില്ല. അതേടാ, കീ കൊടുത്തു വിട്ട കളിക്കുന്ന ഒരു പാവയാണല്ലോ ഞാൻ. പിന്നെ ഞാൻ എന്താ അമ്മയെ പറയേണ്ടത്? മാനസയോട് അല്പം ഗൗരവത്തിൽ ഭാവനയ്ക്ക് സംസാരിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ മാനസയോട് ഭാവന ക്ഷമയും ചോദിച്ചു. പക്ഷേ അമ്മയ്ക്കും മറ്റു ചിലർക്കൊക്കെയാ ഇതൊരു വിഷയം. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഞാനിവിടെ കുറച്ചു നാളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാ നീയൊക്കെ കൂടി ഊതി ഉറപ്പിച്ച് വലുതാക്കുന്നേ. അതൊക്കെ കുടുംബത്തിന്റെ മനസമാധാനം കെടുത്താനേ ഉപകരിക്കൂ. ദേവേട്ടാ, ഞാൻ ഇവിടെ ഒരുത്തി വിചാരിച്ചാലൊന്നും കുടുംബത്തിന് സമാധാനം കിട്ടൂല. എല്ലാരും വിചാരിക്കണം. ആദ്യമുണ്ടല്ലോ നീ ഒന്ന് നേരെയാവാൻ നോക്ക്, ബാക്കിയൊക്കെ തന്നെത്താൻ ശരിയായിക്കോളും. മോളെ നീ ചെല്ല്. നിന്റെ ആന്റിക്ക് ഇപ്പോ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുക. അതെ, അങ്ങനെ തന്നെയാ. സമ്മതിച്ചു. മനസ്സമാധാനം ഇല്ലെങ്കിൽ സ്വബോധം തന്നെ ആദ്യം പോകുന്നത്. ഭാവന തനിക്ക് വന്നേ. കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടേ? നോക്കിയോ, ഇനി ഇതുപോലെ വല്ലതൂടെ കാണട്ടെ. അമ്മേ, അമ്മേ, അമ്മയാണോ പാല് തിളപ്പിക്കാൻ വെച്ചിരുന്നേ? അയ്യോ, തിളച്ചു പോയി കാണും. ഞാൻ അണച്ചു. എന്താ അമ്മേ? ഞാൻ ഭാവനയെ കുറിച്ച് ആലോചിച്ചിരുന്നു പോയതാ. ഏടത്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ശരിയാ അമ്മേ, സേതോട്ടിനും ഇപ്പൊ അത് പറഞ്ഞേ ഉള്ളൂ. ഏട്ടത്തി ഭാവനയ്ക്കൊപ്പം ഉണ്ടായിരുന്നപ്പോ ഒരു ആണിന്റെ ബലമായിരുന്നു. ഇനിയിപ്പോ അജയനും പ്രസിദ്ധിയും കൂടെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. ഭാവന അത് ശ്രദ്ധിച്ചോളൂ അമ്മേ. സൂര്യക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ മായേ. ഞാൻ ആലോചിക്കുന്ന അതല്ലമ്മേ, ഈ പ്രതീക്ഷനും പല്ലവിക്കും പെട്ടെന്ന് ഇങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ? ആ, എന്തൊക്കെ ആയാലും മക്കളല്ലേ മായേ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പിന്നെ എല്ലാവർക്കും ഭാവന ശത്രുവാണല്ലോ. സ്വന്തം മക്കളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അമ്മേ. മാമനും മാമിക്കും ഒരു ആപത്ത് വന്നപ്പോ ഭാവനയെ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഭാവനയ്ക്ക് ഗുണവും ദോഷവും ചെയ്യല്ലേ. അവൾക്ക് ദോഷമൊന്നും വരത്തില്ലമ്മേ. ആരും ഇല്ലെങ്കിലും ഈശ്വരൻ അവളെ കൈവിടത്തില്ല. അമ്മേ, ദേ മാമനും മാമിയും. ഏട്ടത്തി, നീ വിഷമിക്കേണ്ട ഗായത്രി. അവിടെ ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതിനുവേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിനൊരു സമാധാനം ഇല്ല ഏട്ടത്തി. ഭാവനയ്ക്കാണെങ്കിലോ ധൈര്യത്തിന് ഒരു കുറവുമില്ല. അതല്ലേ വേണ്ടത് ഗായത്രി. ഇനി അവളെ പെട്ടെന്നൊന്നും ആരും ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല. അഥവാ ശ്രമിച്ച പിന്നെ നേരെ ചൊവ്വേ പോകില്ലെന്നറിയാം. പ്രതീഷ് സേതുവേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോ ഞങ്ങൾ ആരും കരുതിയില്ല അവരങ്ങോട്ടേക്ക് വരുമെന്ന്.
അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല മായേ, ഭാവനയോടുള്ള ദേഷ്യം കൊണ്ടാ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്തത്. അല്ല, ഇതിന്റെ പ്രതീക്ഷയും പല്ലവി എവിടെ വലിച്ച വീട്ടിലുണ്ടോ? ആ ബെസ്റ്റ്. ജാനകിയെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് അപ്പൊ തന്നെ രണ്ടാളും പോയി. ഭാവന നിർബന്ധിച്ചിട്ടാ ഗായത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അവളോട് ഞാൻ ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വലിച്ച. മാനസെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ സേതു. അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അവളുടെ ഡെലിവറി കഴിയുന്നവരെ കാത്തിരുന്നേ പറ്റൂ. നേര് പറഞ്ഞ സൂര്യക്കും ഭാവനയ്ക്കും മാനസയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അവരുടെ കുഞ്ഞ് തന്നെയാണെന്ന് അവരുടെ വിശ്വാസം. അതങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജയ ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല സേതു. എന്റെ അമ്മ, എനിക്കെന്താ അവളെ ഒട്ടും വിശ്വാസമില്ല. കള്ളന് കഞ്ഞി വെച്ചവളാള്. നമുക്ക് നോക്കാം സേതു. ഇനി എന്തായാലും മാനസയുടെ ഓരോ പ്രവൃത്തിയിലും സൂര്യയുടെയും ഭാവനയുടെയും ദേവന്റെയും ശ്രദ്ധയുണ്ടാവും. ഞാൻ നോക്കട്ടെ. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവും. എനിക്കും മനസ്സിനൊരു സമാധാനം വേണ്ട ഗായത്രി. ഞാൻ പോയാലൊന്ന് ആലോചിക്കുന്നേ. ഭാവനയോട് ചോദിച്ചിട്ട് മതി ഏത് തീരുമാനവും. എന്തായാലും 2 ദിവസം നോക്കാം, എന്നിട്ട് വേണ്ട പോലെ ചെയ്യാം.